ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജീൻസിൻ്റെ ഒരു തുണിയിൽ ചെറിയൊരു ബാഗാണ് ചെയ്യുന്നത്. നമ്മൾ റെക്സിൽ ചെയ്ത അതേ ബാഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പഴയ ഒരു ജീൻസിൻ്റെ പാൻറ്റാണ്. പഠിക്കുന്ന ആളുകൾക്ക് അതാവും സൗകര്യം. പിന്നെ ജീൻസിൻ്റെ തുണികളൊക്കെ മാർക്കറ്റിൽ ഇഷ്ടംപോലെ ഒരു ചെറിയ പൈസക്ക് തന്നെ 100-150 റുപ്യ 200 റുപ്യയുടെ ഉള്ളിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ജീൻസ് നമുക്ക് വാങ്ങാനും കിട്ടും. അപ്പോൾ പഠിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ക്യാൻവാസാണ്. നമ്മൾ അവസാനം ചെയ്ത പൗച്ചിൽ പറഞ്ഞു ഈ പേപ്പർ ക്യാൻവാസ്, അല്ലെങ്കിൽ നമ്മൾ ചുരിദാറിന് യൂസ് ചെയ്യുന്നതല്ല, ഷർട്ടുകളുടെ കോളറിനും അതുപോലെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് കട്ടിയുള്ളൊരു ക്യാൻവാസ് ഉണ്ട്. അത് നമ്മൾ തുണി തയ്ക്കുന്ന മെറ്റീരിയലൊക്കെ കിട്ടുന്ന ഫാൻസികളിലും അതുപോലത്തെ കടകളിലും ഇഷ്ടംപോലെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. അതാണ് നമ്മൾ യൂസ് ചെയ്യണത്. അത് വെച്ച് നമ്മളൊന്ന് അയൺ ബോക്സ് വെച്ചൊന്ന് ഹീറ്റാക്കി കഴിഞ്ഞാൽ റെക്സിൻ്റെ അതേ തിക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ചെയ്തുകൊണ്ട് കാണാം. ഇതിനു വേണ്ടി എന്നുള്ള ആ വലിയ ഒരു പീസാണ് ഇത്. 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് ആ ചുളിവൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. ഒരു സ്റ്റിച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഷാർപ്പ്, എന്നിട്ട് നമ്മൾ ഈ അളവ് 13.5 ഇഞ്ച് ഈ ലൈനിങ് ഞാത്തേക്ക് ഇടുക. കഴിഞ്ഞു. നമ്മൾ ഈ സ്റ്റിക്കറിന് നൂല് കട്ട് ചെയ്ത് കളയുക. അങ്ങനെ നമ്മുടെ ബാഗ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ്. ഇവിടെ ഒരു സ്റ്റിക്കർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതുമൊന്ന് വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല ഫ്ലവറുകൾ, അത് കുഞ്ഞു ഫ്ലവറുകൾ, ഇതൊക്കെ ഇതിന്മേൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് അനുയോജ്യമായ ഒരു സ്റ്റിക്കർ കിട്ടി, ഫാഷൻ എന്ന് പറഞ്ഞ്. ഇത് നമ്മൾ റെക്സിൽ ചെയ്തതിനേക്കാണ് ഭംഗി അയക്കാണ്.